ഗൈസ് അപ്പൊ നമ്മ തൽപ്പാടിയിലുണ്ട്. പറഞ്ഞ പോലെ ഓരോ ട്രിപ്പ് കൂടിയിട്ട് ബാക്കി പരിപാടി നോക്കാം. നമുക്ക് നല്ല ഉറക്കിലുണ്ട്. ഞാൻ പിന്നെ വരാം ഗൈസ്. ബസ് എത്തിയിരിക്കുന്നു പാക്കേജസിന്റെ. ഇത് ശിവു പാക്കേജ്, ഇത് മനീഷ് പാക്കേജ്, ഇത് ബസ്. പിള്ളേരൊന്നും വന്നിട്ടില്ല ഗൈസ്. ഈ പിള്ളേരെല്ലാം കാണാം. ഓക്കെ കോടാക്കിട്ടാണ് ഇത്ര നേരം. ഒന്നുകൂടി പറയാ. ബസ് എടുത്ത് നേരത്തെ റെക്കോർഡാക്കാണ് പറയുന്നത്. വീഡിയോ എടുത്ത് കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. ഞാൻ വരാം. ചായ കുടിക്കാൻ നിർത്തിയപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മറന്നു. ഇഡ്ലി വട മറന്നു. ഇഡ്ലി വട ആക്കി കൊണ്ടുപോയിട്ട് അത് മറന്ന്. സോ നമ്മ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തുമ്പോ വരാൻ കഴിയും. എവിടെത്തി? എന്തുള്ളത് ഇവിടെ? 1000 കമ്പുണ്ട്. 1000 കമ്പത്തിന് ഇതാക്കി 1 2 3 4 5 6 ഒരേപോലത്തെ ഒരു കമ്പ് പോലും കണ്ടുപിടിക്കാൻ പറ്റാമോ? ഞാൻ കണ്ടുപിടിക്കാൻ നോക്കും ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അവിടെ ടിക്കറ്റ് ഉണ്ടോ നോക്കാം. ടിക്കറ്റ് എന്തെങ്കിലും എടുക്കാറുണ്ടോ? ചെരുപ്പല്ലോ ഉണ്ടോ? എടുത്തു. അവൻ വിത്തിന്റെ ആന. അടിപൊളി സ്ഥലം. ലെറ്റ്സ് മൂവ് ഇൻ. അതിന്റെ പിള്ളേർ വിളിച്ചോണ്ടായിരുന്നേ. നമ്മ അത് നടന്നിട്ട് പോകുന്ന. ഇതെന്താ ഇവിടത്തെ പേരെന്ത്? ഇതിന്റെ പേരെന്ത്? സായുര കമ്പത ബസ്. എന്തുണ്ട് ആനതാ. അവിടെ രഥമുണ്ട്. രഥം കിടക്കുന്നുണ്ട്. നൈസ്. വരാം. നമുക്കൊരു പട്ടിക്കുട്ടിനെ കിട്ടിയിരിക്കുന്നു. ഇവൻ കുറുമ്പനാ. പോരാ പോ. ഇവിടെ ഫോട്ടോ എടുക്കുന്നു. ഓക്കെ ഗൈസ്, ഇതെല്ലാം പില്ലർ. അപ്പോഴാ അല്ല ഇതന്നെയല്ലേ പില്ലർ? സൈലന്റ് ആയിട്ട് ഗൈസ്. ഇടയിൽ എന്റെ ഫോൺ അങ്ങോട്ട് തെന്നിപ്പാഞ്ഞു പോയി. മാമ അങ്ങോട്ട് പോയിട്ട് ഗൈസ് ഇങ്ങനത്തെ ഒരു പില്ലർ പോലും ഒരേപോലത്തെ കണ്ടുപിടിക്കാനില്ല. ഇത് വേറെ ഡിഫറെന്റ്, അത് വേറെ, ഇത് വേറെ, ഇതും വേറെ, ഇതും വേറെ, എല്ലാം വേറെ വേറെ ഗൈസ്. എല്ലാം വേറെ വേറെ കേട്ടോ. ബുദ്ധൻ എന്താ എന്താ സംഭവം? എന്താ ഇത്? ഈ ശില ബുദ്ധന്റെതല്ല, പിന്നെ ഇത് ജെയിൻ പറയുന്ന ഒരാളുടെ. ജെയിൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ജെയിൻ എന്ന് പറയുന്ന ഒരാളാണ്, ബുദ്ധന്റെ അല്ല കേട്ടോ. ഓക്കെ, വീഡിയോ ഡിഫറെന്റ് പില്ലർ. ആ വീഡിയോ ഡിഫറെന്റ് എന്നാ പില്ലർ അല്ലോ. എന്തായാലും കൊള്ളാം, ഇറങ്ങട്ടെ. ആൾക്കാരായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് കൊറേ പില്ലർ ഉണ്ട്. ഇതെല്ലാം ഒരേപോലെ ഉണ്ടല്ലോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്താ പറയാ, പില്ലറ് ഡിഫറെന്റ് ഉണ്ടാ. ഇവിടെ മുകളിൽ ഡിഫറെന്റ് ഉണ്ട്. ഇവിടെ കേട്ടോ, ഇവിടെ വേറെ ഒരാളുണ്ട്. ഇത് വേറെ പില്ലർ, ഇത് വേറെ പില്ലർ. ഇതുപോലെ 1000 പില്ലർ ഉണ്ട് ഗൈസ് ഇവിടെ. ഡിഫറെന്റ്. ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, ഇത് വേറെ, അത് വേറെ, അത് വേറെ, അത് വേറെ, അതെല്ലാം വേറെ വേറെയാണ്. നൈസ്, അടിപൊളി, കൊള്ളാലോ പരിപാടി. ഇതിലിങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. നടക്കുന്നുണ്ട് എല്ലാത്തിലായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവരുടെ ടൂറിഫൈന്റെ പേജിന്റെ ഇത് ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. പിന്നെ താഴെ എഴുതിയിട്ടും കാണിക്കാം ഗൈസ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കാലം എടുത്തെന്ന്? 32 years. ഓക്കെ ഗൈസ്, 32 years എടുത്തിത് പണി തീർക്കാൻ. ഇവിടെ പൊന്നിന്റെ ഇഡ്ലി കിട്ടും 500 രൂപ. മൊയിലാളി എക്സ്പെൻസീവ് ആടാക്കിയിട്ടുണ്ട് മൊയിലാളി. ഇത് പുറത്തിറങ്ങിയിട്ട് വരാം. ഇവിടുന്നുള്ള വ്യൂ കാണിച്ചിട്ടല്ലേ. നൈസ്.
പണ്ടേ ഫോട്ടോഗ്രാഫർ ഈ വ്യൂ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നൈസ്. നൈസ്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഇനി അടുത്ത സ്ഥലം എവിടെ? അടുത്ത സ്ഥലം കാർക്കല ഗോമട്ടേശ്വരം. ഓക്കെ, അടുത്ത സ്ഥലം കാർക്കള ഗുമ്മട്ടേശ്വരം. അപ്പൊ അങ്ങോട്ട് എത്തുമ്പോ വരാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ എടാ ഏടെത്തിയതാ? കാർക്കല ഗോമട്ടേശ്വരം. ആ ഗൈസ്, ബാഹുബലി ടെമ്പിൾ അല്ല, സ്റ്റാച്ചു. എന്തായിരുന്നു? ഗോമട്ടേശ്വരം എന്ന് പറയും. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ വന്ന സ്ഥലം. ഇവിടെ നടന്നിട്ട് വേണം പോവാൻ. പിള്ളേരെല്ലാം നടന്നുകൊണ്ട് പോകുന്നുണ്ട്. കുന്നിന്റെ മുകളിലെത്തിട്ട് ഗൈസ് കഴിഞ്ഞില്ല. ഇത് ഗൈസ് അവിടെ വിദൂരതയിൽ നേത്രാവതി പീക്ക്. നമുക്ക് അടുത്ത വ്ലോഗ് അങ്ങോട്ടാക്കാം. എന്നെ പൊക്കുറ പൊങ്ങുന്നില്ല. എന്ത് പേര് അതിനിടയ്ക്ക് പേര് അപ്പൊ പുള്ളരുടെ പേര് നമ്മിങ്ങനെ പൈസ ആൾക്കാർ നമുക്ക് നടന്നു പോകുന്നുണ്ട്. മൂന്നാറിലൊരു തണുപ്പിൽ എൻജോയ് ആക്കുന്നുണ്ടോ? വെയിലത്ത് പണിയെടുപ്പിക്കുന്നു നമ്മള്. ഓക്കെ, ലെറ്റ്സ് ഗോ. മനീഷു ശിവു മീനമാക്കുന്നല്ലോ ഗൈസ്. മീനമ്മ ഞങ്ങളെത്തി. മീനമ്മ എന്നെ നോക്കണ്ട, പോയി വെക്കാൻ കഴിയും. മുള്ളെത്തി എന്റെ മുത്തപ്പാ. ഉള്ളിലെത്തി. പറ. ഞാൻ പറയുന്നില്ല ടൂർ മാനേജർ ഗൈസ്. അത് ഒറ്റപ്പില്ലതാന്നേ. എന്തായിരുന്നു നമുക്ക് അതായിട്ട് ചേരാൻ അങ്ങോട്ട് പോവാ. അതെന്താ എന്തായിരുന്നു? അതല്ല ഗൈസ്, എന്താ അറിയോ ഗൈസ്, അപ്പൊ ഇത് എത്ര 5000 ആൾക്കാരാ? 5000 ആൾക്കാരും 5,000 ആൾക്കാരും 4-5 ആനയും കൂടിയിട്ട് പൊക്കിയതാന്ന്. ഈ ഒറ്റക്കല്ലിൽ ചെത്തിയാന്ന് ഗൈസ്. അതെങ്ങനെ കൊണ്ടുവന്ന് നോക്കാം. അപ്പൊ ആ ടൈമില് ട്രെയിൻ ഒന്നുമില്ല. മണ്ണിട്ടിട്ട് കൊറേ ആർക്കിടെക്ട് അല്ലേ ഫിനിഷിംഗ്. അതന്നെ സ്റ്റെപ്പ് പറയുന്നില്ല നിങ്ങക്ക്. 400 മീറ്റർ 40 മീറ്റർ അതായാലും ഇപ്പൊ പറയൂ കുറച്ച് എക്സ്പ്ലെയിൻ ആക്കും. ആര്? അയാൾ എക്സ്പ്ലെയിൻ ആക്കും. അപ്പൊ വരാട്ടോ, ഞാൻ ചുറ്റിക്കാണട്ടെ. രഥം 300 വർഷം. രഥമല്ലേ ഗൈസ്? രഥമാണ് ഗൈസ്. എത്ര? 300 വർഷം പഴക്കമുള്ള രഥം. 300 years old. Engineer. Okay, 300 years. 300 years old രഥം. ഈ പിള്ളേരെ കൂട്ടിയിട്ട് വന്നിട്ട് തച്ചുവിടാനില്ല. ഓക്കെ ഗൈസ്, വരാം. പിള്ളേരെ ഇതിന്റെ സൈഡിലേക്ക് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട്. ഇവിടുന്ന് നേത്രാവതിക്ക് നേരെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അല്ലേ എന്റെ അളിയാ, അതാണ് നേത്രാവതി. അതന്നെയാ നോക്കിയത് നേത്രാവതി പീക്ക് ഗൈസ്. 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങട്ടെ ഗൈസ്. ഇടുന്നു. ഓക്കെ, ഇടുന്ന് പോട്ടെ. ഭയങ്കര വെയിൽ. ഓക്കെ, കൊരങ്ങാ പോയിടാ. മങ്ക മോനാ, നിന്റെ മോനായ അതിപ്പോ കൊരങ്ങൻ. ഇവന്റെ മോൻ പേരില്ല ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. എവിടെത്തിന്ന് ചോദിച്ചാല് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. അവിടെ തിരിച്ചു പറയാം. ക്ലാരിറ്റി ആണെനിക്ക് സമയം എടുക്കണുണ്ട്. സംതിങ് ഹാപ്പൻ ടു മൈ ക്യാമറ ഗൈസ്. ശിവു, ഇതാണ് സ്ഥലം? ഇത് ചതുർമുഖ ബസതി. ഓക്കെ ഗൈസ്, ചതുർമുഖ ബസതി ഇതാണത്. അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ഉള്ളിലെത്തി ഗൈസ്. പിന്നെ ഉള്ളിൽ വരില്ല.
കൊള്ളാം. ഡ്രൈവർ വീഡിയോ എടുക്കാൻ ഇത് തിരിയുന്നതാണ് തിരിച്ച് ഇത് കാണിക്കാനാണ് ഞാൻ പിന്നുള്ളിലോട്ട് വന്ന കഴിച്ചു. ഓക്കെ പോട്ടെ, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മളങ്ങനെ ഹെറിറ്റേജ് വില്ലേജിലെത്തി. കൗണ്ടറിന് പാസ് കാണിക്കുന്നു. അതിലുള്ള അത്ര പിള്ളേർക്ക്. ഓ, ഇത് ക്ലാരിറ്റി ആവാൻ ടൈം എടുക്കുന്നുണ്ട്. ടൈസിന്റെ നൈസ് വീഡിയോഗ്രാഫി അൺഓതറൈസ്ഡ് ഫോട്ടോഗ്രാഫേഴ്സ് പ്രൊഹിബിറ്റഡ്. നൈസ് നൈസ്. വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് വില്ലേജ് നൈസ്. ഇതുപോലെ എന്ത് ഫുൾ ഉണ്ടാവും ഇത്? മ്യൂസിയമാ? നമ്പറില്ല 1 2 3 4 അങ്ങനെ ടോട്ടലായിട്ട് 138 അതിനേക്കാളും പ്ലസ് വീടുണ്ട്. അതിനറിഞ്ഞെങ്കിൽ ഈ പഴയ ആൾക്കാർ വീട് കെട്ടിട്ടുണ്ടാവില്ല. അതിനെന്താ അറിയോ, ആദ്യം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് റീബിൽഡ് ആക്കിയ അങ്ങനെ ഹെറിറ്റേജ് വില്ലേജ്. We can get inside here. Inshallah teacher. കോകോലം. ഇതിങ്ങനെയല്ലോ ഇത് അതേപോലെ സെറ്റപ്പ് ആക്കി എങ്ങനെ ആയിട്ടുണ്ടാവുക സംഭവം പണ്ട്. ഇതെന്തോ ഇതാക്കിയല്ല, ഇതിന്റെ വീടിനെ ഒരു പൊളിച്ചിട്ടില്ലേ, റീബിൽഡ് ആക്കിയ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നോക്കി ഇവിടെ എത്ര വീടുണ്ട്, എല്ലാം വീടാണ്. അതെങ്ങനെ റീബിൽഡ് ആക്കുന്നത്? ഈ കല്ലൽ റീബിൽഡ് ആയിട്ടുണ്ടോ? അല്ലല്ല, അത് നല്ല റീബിൽഡറാ, വേറെ കല്ലായിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം അതേ സെറ്റപ്പ്. ഇത് ഈ മറ്റേ സാധനം തിരിയോ ഇതാട്ടം കഴിയും എന്നിന്റെ ഒന്ന് ക്ലാരിറ്റി ആവാൻ ടൈം എടുക്കുന്നതാ ഫോണിൽ നിന്റെ എന്താ ഉണ്ടല്ലോ. ഇത് എന്റെ ഗൈഡ് ടൂറിപ്പൈന്റെ ഗൈഡ്. മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഓണർ വേറെ ട്രിപ്പ് പോയി മൂന്നാറിലേക്ക്. ഓ തണുപ്പില് നമ്മ ചൂട്ടിലിടാം. ചൂട്ടിൽ പണിയെടുക്കണം, തണുപ്പിൽ പണിയെടുക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ടൂറിഫൈ മാനേജർ ആൻഡ് ഓണർ. മുകളിലുണ്ടോ? മുകളിലൊക്കെ കയറാം. കൊള്ളാലോ, കൊള്ളാം. പ്രിൻസിപ്പളും നമ്മളും ഇതിലിരിക്കായോ? എന്താന്നില്ല ഞാൻ കാണിക്കണം. ഓക്കെ സാർ. രാജാവല്ല. ഓക്കെ ഓ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് അടുത്ത ആരെയും കാണിച്ചു തരാം. പടക്കളം പടക്കളം തന്നെ ഒരു മഹാ അളച്ചടിച്ച് അത് അതേപോലത്തെ സാധനം ഫുള്ള് അങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നു അല്ലേ? അതിൻ്റെ ഉള്ളിൽ നടക്കും. കട്ടില് ഇങ്ങനത്തെ കട്ടിലല്ലേ വീട്ടിൽ വിടാം. നൈസ്. അട്ടല്ല അതേപോലെ സെറ്റാക്കി വെച്ച്. ഓക്കെ ലെറ്റ്സ് മൂവ്. നെക്സ്റ്റ് അവിടെ എന്തല്ലോ പുരാതന സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കയറാം. ഏത് മൂടി ഇത് രാജ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടായ സാധനം. ഇതെന്തൊക്കെ എടുക്കുന്ന സാധനം. ഇവിടെ രാജാവ് ഇരിക്കും. രാജാവും രാജാവിന്റെ പത്നിയ. രാജാവിന്റെ പത്നി രാജാവ് ഇരിക്കുന്ന ജാഗ. അതപ്പോ ആള് മാനിന്റെ തല. അവിടെയുണ്ട് കട്ടില് കിടക്കുക. എല്ലാം ഉണ്ട്, എല്ലാം പായതാ.
പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ചെക്കാണ് ഫോട്ടോ. വരാൻ ഗൈസ് കേട്ടോ. ഇതെന്നാ ഉരുളി, പണ്ടത്തെ ചെറിയ വീട്ടില് ചെറിയ വീട്ടില് ചെറിയ വീട്ടില്. പിന്നെ ഒരു സാധനം കാണിച്ചിട്ടാ ഇതാണ് കാണണ്ടേ. കുതിര. കുതിര ഇടയ്ക്കും ആൾക്കാർ ഇരുന്നിട്ട് പോകും. അയ്യോ വഴിയില് കാണാൻ പറ്റുന്ന ഇതെന്നാ മോളെ ഉണ്ടല്ലോ. ഉണ്ട് guys. ഈ മന നല്ല ഉണ്ടല്ലോ. ഇതിന്റെ ഉള്ളിൽ വെച്ചാ അതിന്റെ അടുത്തൊക്കെ എത്തണക്കിന്. അല്ല ഉള്ളു പാരഡൈസ്. നമുക്ക് ഇതിന്റെ അകത്ത് കയറാം. കൊള്ളാലോ. കാരണം ഈ ബിൽഡിങ്ങിൽ ഇട്ടിന് നല്ല കഫേയിലൂടെ സെറ്റപ്പ്. ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക്. നൈസാലോ. എന്റെ മോനെ, എന്റെ അടിയാ. ഒന്നും പറയണ്ട, സെറ്റപ്പ്. ഇതെല്ലാം പണ്ടേതാരെ ഫോട്ടോ. കൊള്ളാലോ. എല്ലായിടത്തും ഉണ്ട്. ശിവന്റെ അപ്പൂപ്പന ഇവിടുന്ന് പൈസ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. പിന്നെ പണ്ട് 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 എന്റെ സോംപജ്ജ അതെ. നെക്സ്റ്റ് ഇതൊന്നും ഇറ്റലി നിറക്കിയതാ. എന്ത് മുബാറക്കിന്റെ കാലത്തിലെ കള്ള പണ്ട് മനുഷ്യന്റെ അച്ഛൻ്റെ അരക്കലപ്പില്ലേ കൈ വെട്ടിട്ട് അത് ഇടാ. മനുഷ്യന്റെ അച്ഛനാണ് അരക്കലപ്പ്. അർക്കലാവല്ല, സഞ്ജു അബു. നമുക്കിടൊന്നുമില്ല. ഞാൻ നല്ല എന്തെങ്കിലും കാണുമ്പോഴേ വരും കേട്ടോ. ഇവിടെ കൊറേ ഉണ്ട് ഇതുപോലത്തെ. ഞാൻ ദൂരത്തിനെ ശ്രദ്ധിക്കുന്ന ഒരു സാധനം ദൈവ. ഇതല്ല ഇതല്ല അതല്ല അത്. ഇങ്ങനത്തെ വണ്ടിയിൽ ഇനി കാണാനേ പറ്റില്ലല്ലോ. റിഫൊന്നും എന്റെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉണ്ട്. ചണ്ടി ഉണ്ട് ഇതിന്റെ വീട്ടിലുണ്ട്. അയ്യോ അല്ലേ. സീറ്റ് അല്ല അതേപോലെ ഉണ്ടാ. എന്ത് കവറിലിട്ട് വെച്ചിന്താ. എത്ര വലിയ കുണ്ടി ഒക്കെ അതിന്റെ. എനിക്കറിയില്ല, പിന്നെ വായിക്കാം. റെക്കോർഡൊക്കെ വെച്ചിട്ട്. ഓക്കേ, തുറക്കാൻ കയ്യോറ. ലോക്കാക്കി വെച്ചിന്. അല്ല കിടന്നിനാടാ അജ്ജനായി. ഇത് ജാഗ മാറിയാ. ക്യാമറ അല്ലറ അത്. ക്യാമറ പണ്ടത്തെ റൂം നോക്കറേ. ചർച്ചിറ പണ്ടത്തെ. അതിന്റെ ഉള്ളിലൊന്ന് പോവാൻ കഴിയറാ. ഇവിടെ പോവാ. ഫ്രിഡ്ജിറ പണ്ടത്തെ. ഓൾവിൻ എന്ത് പ്രസ്റ്റി കോൾട്ട് ഒരു പാത്രം പണ്ടത്തെ. ഇവിടെ ഫാൻ പണ്ടത്തെ ഫാനാ.
ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറെ ശില്പങ്ങൾ, കയ്യിൽ കുത്തി ശില്പങ്ങൾ. എന്തേ മോനെ, അതിനൊക്കെ കൊത്തണമെങ്കിൽ എത്ര ഇത്തണം. അയ്യോ, അതൊക്കെ കൊത്തി വെച്ചേക്കണോ ഗൈസ്? സീന് അടിപൊളി അടിപൊളി അടിപൊളി. ഇതൊക്കെ പണ്ടത്തെ തലയൊക്കെ പോയി ഇതിൻ്റെയൊക്കെ. ഗണപതി ഇതിന് പേരൊക്കെ ഉണ്ടോ ഗൈസ്? എനിക്ക് അറിയില്ല പറഞ്ഞു തരാൻ വേണ്ടി. അത് മനസ്സിലാവുന്നില്ല ആരാന്നോ. ഇവിടെ എന്താ അടന്നിട്ടാ എന്റെ ആളിയ മൂപ്പന്മാർ. ഓ ഇത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ശരിക്കും ഉണ്ടായത് തന്നെയാറാ? ഏറെ ഈനെല്ലാം ഒരു കഥ ഉണ്ടോ? ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുക അറിയോ? തഞ്ചാവൂരില് ഏതോ ഒരു മ്യൂസിയത്തില് ഞാൻ കണ്ടില്ല ഇങ്ങനത്തെ എന്തെല്ലോ ശില്പങ്ങൾ, എന്തെല്ലോ കഥ ഉണ്ടായിനല്ലോ. ഇത് രണ്ട് പടന്മാരും ആരല്ലോ കാര്യടാ. തഞ്ചാവൂര് പോണം പാടെ പറഞ്ഞിരുന്നാണ്. മുഷ്കിൽ മുഷ്കിൽ ഹേ മുഷ്കിൽ. ആനയില് കൊണ്ടുവന്നത് കണ്ട, അത് നിങ്ങക്ക് മനസ്സിലായി. ആനമേൽ ഇതെന്തോ ഉണ്ടാക്കിയറ മരോ? ഇതെല്ലാം മരം കൊണ്ടാക്കിയതോ? ഇരുമ്പാ? ഓ മുഷ്കിൽ മുഷ്കിൽ മുഷ്കിൽ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വരാം. ഓക്കെ, കുറച്ച് ആസ്വദിക്കാം. മുകളിൽ കയറിയിട്ട് നോക്കാറോ? ഇല്ല, വേണ്ട. നൈസ് 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 നൈസ്. അടിപൊളി. അയ്യോ കൊള്ളാലോ. അതാടി, ഇതെല്ലാം പുതിയതായിട്ട് ചെത്തി വെച്ചേ തോന്നുറാ. നൈസ്. ഐ തിങ്ക് ഇതെല്ലാം പണ്ടത്തെ പാറയാണെന്നാ തോന്നുന്നു. എന്തേ പിന്നെ ഇവിടെ കുറെ മരത്തിൻ്റെ ഇത്, പിന്നെ അവിടെ എന്തോ മൂടി വെച്ചിട്ടുണ്ട്. എന്താന്ന് കാണാൻ പറ്റുന്നില്ല. ഇനിയും കുറേ ഉണ്ട്. ഞാൻ ഇത് മൊത്തം കാണിച്ചാൽ എൻ്റെ വ്ളോഗ് ഫുള്ളായി പോകും. ഞാൻ നോക്കാൻ ഇത്രയും കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കാണിക്കും. ഓക്കെ, ഗൈസ് നടന്ന് നടന്ന് മടുത്ത് കുറച്ച് നേരം ഇവിടെ നടന്നു. അയ്യോ, അവിടെ പഴയ തോണിയൊക്കെ ഉണ്ട്, ഓൾഡ് തോണി. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് വരാം ഗൈസ്. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കിപ്പോ ഫുഡ് കഴിക്കാൻ കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റില്ല. സോ പറ്റുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും കണ്ടാ കാണിക്കാം. നമ്മിപ്പോ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഓക്കെ, അവരെല്ലാം ഫുഡ് കഴിച്ചിട്ട് നമ്മിപ്പോ കഴിക്കുന്നതേ ഇല്ലു. ലേറ്റ് ആയിപ്പോയി. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റില്ല. ടൂർ മാനേജർ പണി അത്ര എളുപ്പമൊന്നല്ല കഴിച്ചു. ഇപ്പൊ ഒരു മ്യൂസിയത്തിൽ വന്നിരിക്കുക, പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല. സോ അവിടെ കണ്ടിട്ടായിട്ട് വരാം ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ പാർക്കാണ്, തിമ്മപ്പാത്രി പാർക്ക്. ഇതിനുള്ളിൽ കയറിയിട്ട് വരാം. ദിസ് ഈസ് ബിഗ് ഫോറസ്റ്റ്. എന്തുണ്ട് ഈ കാട്ടില്? പറ. കാട്ടിൽ എന്തില്ലാത്ത കുറച്ച് ആൾക്കാർ എവിടെയെങ്കിലും മൂലൊക്കെ ഇരുന്നിട്ട് അത്ര തന്നെ. മറ്റേത് ഒരു കാട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ വരാം. ഓക്കെ, ശരി. അതാണ് ആന ഉണ്ടാണ് അങ്ങാണ്. ആനനെ നേരത്തെ നമുക്ക് കുറെ ആനനെ കണ്ടല്ലോ, മടി വെത്തും വരാം.
പഠിച്ചാട്ടി ഗൈസ് ചത്തിച്ചു പൊട്ടി പോ. ഞങ്ങൾ ഇവരെ ട്രിപ്പിൽ കൊണ്ടുവന്നല്ലെങ്കിൽ ഞങ്ങൾ കളിക്കട്ടില്ല കേറിയിട്ട് പോ. ഇതങ്ങനെ ആയതുകൊണ്ട് ആവുന്നില്ല. ഫുള്ള് കാട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഊഞ്ഞാലുണ്ട് ഗൈസ്, അത് കണ്ടിട്ടുള്ള ഇതെന്താ ഗുഹയാ ഏടാ കണ്ടുപിടിക്കാത്ത സാധനം നമ്മൾ ഊഞ്ഞാല് തപ്പിയോ കിട്ടി. വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നില്ല. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. വാട്ടർഫാൾസാ ഏടാ ഇതാ? ഓ ഇങ്ങനെ ഇവിടെ വെള്ളം അത്രയുള്ളൂ. ബൈ. നമുക്ക് കുറച്ച് കൂട്ടുകാരെ കണ്ടെത്താം, സംസാരിക്കാം. ഹലോ, ഹായ്, എന്തുണ്ട് പേരെന്ത് വിശേഷം? നല്ല തൊപ്പിയലുണ്ടല്ലേ? ഹലോ, തൊപ്പിയലുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒരു ഫോട്ടോ എടുത്തിട്ട് തരാം സമയം. ഓ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് തെറിക്കട്ടെ, വയ്യ. ഞങ്ങളങ്ങനെ അവസാനം മൽപ്പെ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. മൽപ്പെ ബീച്ച് ഓറഞ്ച് ആയിട്ട് നിക്കുന്നുണ്ട്. പോയി നോക്കാം. ഫോറിനേഴ്സ് ബീച്ച് ബാർ ഗൈസ്, ഫോറിനേഴ്സ്. ഇവിടെ ഫോറിനേഴ്സിൽ വരുന്നുണ്ടോ? ബീച്ച് ഫേമസ് അല്ലടാ, ഫേമസ് ആണല്ലേ? ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെ ആൾക്കാർ ഒരു രക്ഷയില്ലാത്ത ബീച്ച് ഗൈസ്. അതെന്താ പാരസൈൽ എങ്ങനെ ഉണ്ടോടാ? ഓ സീരിയസ്. അതാ ദൂരെ മലേഷ്യ പോലുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് വരുന്നു ഈ ബീച്ചിലേക്ക് ഗൈസ്. എന്തായാലും പോളി ബീച്ച്, പാരഡൈസ് മുമ്പ് എഴുതിയിട്ടുണ്ട്. നല്ല ഫ്രീ. ഞാൻ പോയി തുള്ളിച്ചേർത്ത മറ്റേത് കണ്ടറാ നമ്മ അതിന്റെ ഉള്ളിൽ പോയല്ലോ 3 ആൾക്കാർ. പോയങ്ങനത്തെ അതിന്റെ ഉള്ളു പോയങ്ങനത്തെ അതിന്റെ ഉള്ളു പോവാ ഗൈസ്. നമുക്ക് അതാ അതിന്റെ അകത്ത് പോവാ. പക്ഷെ മുതലാളി അയച്ച കാടി പോവാ. പക്ഷെ മുതലാളിനെ അത്ര ഇതാക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകും. അതായത് അത്ര തന്നെ. അപ്പൊ മുതലാളിനെ എന്തിനു വെറുതെ ഇതാക്കുന്നത്? ജീവിച്ചു പോട്ട്. ലെറ്റ്സ് മൂവ് ടു ദേർ ഗൈസ്. ഇത് നോക്കണേ ഗൈസ്, പാൽപ്പൊടി പോലെ ഉണ്ട്. പാൽപ്പൊടി പോലെ ഉണ്ടല്ലോ. ഒയ്യല്ല ഇത് പാൽപ്പൊടി പോലെ ഉണ്ട് ഗൈസ്. കഴിക്കാൻ തോന്നുന്നു പാൽപ്പൊടി പോലെ. കൊള്ളാലോ. അതായത് നൈസ്. നമ്മ എന്താ ചെയ്യാൻ പറ്റുന്നേ നോക്കട്ടെ. 2000 മൂടിയിട്ടുണ്ട്. ആരും ഇട്ടതായ ഇത് പട്ട എത്ര പട്ടറ ബീച്ച് രക്ഷയില്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പൈസ. ഇത് ഐലാൻഡ് ഉണ്ടാ ആടാ? അതെയോ? അത് കാണില്ലേ? ഓ അത് അടുത്തേക്ക് പോയോ? 300 എന്തോ അങ്ങനെ ചാർജ് ഐലാൻഡ്. ഐലൻഡ് ഉണ്ടല്ലോ. ഗൈസ്, ഒരു ദിവസം നമ്മൾ ഇവിടെ വന്നിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പൈസ ഇങ്ങനെ ചാടുങ്ങ. നമുക്ക് കാസറ്റ് മേടിച്ച് നമുക്കത് മേടിച്ച് പിള്ളേർക്ക് വേറെ സാധനം വാങ്ങിച്ചു. നമുക്കങ്ങനെ ഐസ്ക്രീം കിട്ടിയിരിക്കുന്നു ഗൈസ്. പിള്ളേർക്ക് വേണ്ട ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു. എനിക്ക് കൊതിയായിട്ട് ഞാൻ വേറെ തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു എന്റെ പൈസ. ഇനി നമുക്ക് ബസ്സിന്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, നമ്മളങ്ങനെ ബസ്സിൽ പിന്നെ കയറിയിരിക്കുന്നു. നമ്മളെ ബസ്സാണ്. ഇതാണ് നമ്മളെ ഡ്രൈവർ. അടിപൊളിയാണ് കേട്ടോ ബസ്. ഞാൻ പുറത്തുനിന്ന് കാണിച്ചത്. പിന്നെ
അപ്പൊ നീരാകുന്നു അപ്പൊ ചലിക്കട്ടെ. മക്കളെ അപ്പൊ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാല് ഇത് മന്തി കഴിക്കുന്നു. ഇതാണ് രാത്രിത്തെ പിള്ളേർക്കുള്ള ഫുഡ്. ഒരു പീസ് ഇങ്ങനെ എടുക്ക, ഇങ്ങനെ വെക്ക, കുറച്ച് മയണീസ്, കുറച്ച് ചോറും ഇങ്ങനെ എടുത്തിട്ട് വിശക്കുമ്പോ ഭയങ്കര ടേസ്റ്റാ ഗൈസ്. കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട വ്ളോഗിൻ്റെ നേരത്തെ കണ്ട വ്ളോഗിൻ്റെ പിറ്റേ ദിവസം ഞാൻ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ വിട്ടുപോയി. അതിൻ്റെ ശേഷം ഫുഡ് കഴിച്ച ശേഷം തിരക്കായിപ്പോയി, ട്രാഫിക്കും അത് ഇതൊക്കെ ആയിട്ട്. ഇതാ നമ്മളെ പാക്കേജറിന് കിട്ടിയിട്ടുണ്ട്. അപ്പു വൻവിത്ത് ഞാൻ വേറെ ട്രിപ്പ് പോയിട്ടുണ്ട് പറഞ്ഞു. ചെക്കൻ അവിടെ 3-4 ട്രിപ്പ് പോയിട്ടുണ്ട് അതേ ദിവസം. അതുകൊണ്ടാ വരാൻ പറ്റാതെ. പിന്നെ നീ വലിയ കഴിവുള്ളതുകൊണ്ട് കഴിവുള്ള എന്നെ പറഞ്ഞയച്ചു വിട്ടത്. എന്നെയും വനീഷിനെയും ശിവനെയും. എന്തായാലും സംഭവം അടിപൊളിയായി. 2 ട്രിപ്പും അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഗൈസ് ആ വ്ളോഗ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നോക്കി ട്രിപ്പ് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ. ട്രിപ്പ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. D25. ഓക്കെ, ട്രിപ്പ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഗൈസ്. ബൈ ബൈ.